ഹലോ, എല്ലാവർക്കും ലച്ചൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കടയിലേക്ക് പോകുന്നതാണ്, ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോകുന്നതാണ്. നടന്നിട്ടാണ് പോകുന്നത്, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ലച്ചൂസ് വരുന്നില്ല, ലച്ചൂസ് നല്ല ഉറക്കമാണ്. അപ്പോൾ അവൾ എണീക്കുമ്പോഴത്തേക്ക് നമുക്ക് വേഗം പോയിട്ട് വരാം. അപ്പോൾ ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ. അപ്പോൾ വൈകുന്നേരം ആയില്ല. അപ്പോൾ ചായക്ക് എന്താ ഉണ്ടാക്കുകയെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോഴാണെങ്കിൽ ബീട്രൂട്ടും ക്യാരറ്റും ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച നല്ലൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കി കളയാറ്. കട്ട്ലേറ്റ് ബ്രെഡില്ല, അപ്പോൾ ബ്രെഡ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ബ്രെഡ് വാങ്ങിയിട്ട് വരാം. ഇതാ ബ്രെഡൊക്കെ വാങ്ങി 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കഴിക്കാമല്ലോ. ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കി ഇത്രക്കൊന്നും വേണ്ട, 4-5 പീസേ വേണ്ടു. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: ഉള്ളി അരിഞ്ഞ് വെച്ചത്, ക്യാരറ്റ് ബീട്രൂട്ട് ഗ്രൈൻഡ് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആക്കിയത്, പിന്നെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചതും, പിന്നെ ബ്രെഡ് പൊടിച്ചത്, അരിപ്പൊടി കലക്കിയത്. അരിപ്പൊടി കലക്കിയതിന് പകരം മൈദയോ അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ ഉപയോഗിക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ അരിപ്പൊടി ഉള്ളത്, അപ്പോൾ അതാണ് ഞാൻ കലക്കിയത്. അപ്പോൾ ഒരു ഗ്യാസ് മേലെ ചീഞ്ചട്ടി വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ചേർക്കുക. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇടുക. ശേഷം നന്നായിട്ട് ഇടയ്ക്ക് കരിയാതെ നോക്കണം കേട്ടോ. ഞാൻ ഇത് ആദ്യമായിട്ടാണ് യൂട്യൂബ് നോക്കിയിട്ട് ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കട്ട്ലറ്റ്, പക്ഷേ ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അപ്പോൾ അതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് ബീട്രൂട്ടും ക്യാരറ്റും ഗ്രൈൻഡ് ചെയ്ത് വെച്ചത് ഇടുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അപ്പോൾ ഇതെന്താവുന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം. നന്നാവുമായിരിക്കില്ലേ. അപ്പോൾ അതൊന്ന് നന്നായി വഴറ്റിയിടുക. അതിലേക്ക് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി ഇടുക. മസാല ഒന്നും വേണ്ട കേട്ടോ ഇതിൽ. മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മാത്രം മതി. ഇനി അതൊന്ന് ഉരുട്ടി വെച്ച ശേഷം, ചൂട് തണിഞ്ഞ് ഉരുട്ടി വെച്ചതിന് ശേഷം ബ്രെഡ് ക്രസ്റ്റിൽ മുക്കിയിട്ട് എടുക്കുക. ഇതുപോലെ ഷേപ്പാക്കി വെക്കുക. അപ്പോൾ എണ്ണ ചൂടാകുമ്പോൾ ഇത് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിൽ മുക്കണ്ട കേട്ടോ, പാന് വെച്ചിട്ട് അതിൽ പൊരിച്ചെടുത്താൽ മതി. എല്ലാം കൂടി ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് പൊരിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് കട്ട്ലേറ്റ് ഇട്ടിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്.